Dear students, in the previous class we had discussed about electrophilic substitution reaction. In the case of indole, C3 is more stable than C2. ഓക്കെ, നമ്മൾ ഈ ഒരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ നിങ്ങൾ നോക്കൂ, ഇലക്ട്രോഫൈൽ C3യിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് C3 ഹാസ് മോർ സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ദെൻ C2. ഇൻ ദി കേസ് ഓഫ് C2 ദ ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഇസ് ലെസ് സ്റ്റേബിൾ കമ്പയർഡ് ടു C3 അല്ലേ. പിന്നെ നമുക്ക് കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നൈട്രേഷനാണ്. ഹിയർ ഇൻറ്റോൾ ഇസ് റിയാക്റ്റഡ് വിത്ത് ഈഥൈൽ നൈട്രേറ്റ് ടു ഫോം 3-nitro ഇൻറ്റോൾ. ഒന്നുമില്ല, നമ്മൾ ഇൻഡോൾ വരയ്ക്കുന്നു, അതിൻ്റെ C3 പൊസിഷനിൽ എന്ത് ചെയ്യുക, NO2 അടയാളപ്പെടുത്തുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മക്കളെ, നിങ്ങൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഏത് പൊസിഷനിലാണ് അറ്റാക്ക് നടക്കുന്നത് ആ പൊസിഷനിൽ മാത്രം ആ ഇലക്ട്രോഫൈലിനെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പീരീഡിൻ്റെ കേസായിരുന്ന സമയത്ത് 2, 4, 6 പൊസിഷൻസ് ആയിരുന്നു അല്ലേ. അതുപോലെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ C3 ആൻഡ് C5 പൊസിഷൻസ് ആയിരുന്നു അല്ലേ. അത് നമുക്ക് ഓർമ്മയുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിരിക്കും. ദെൻ സൾഫോണേഷൻ്റെ കേസിൽ ഇൻഡോൾ ഈസ് ഹീറ്റഡ് വിത്ത് SO3 ആൻഡ് പിരിഡിൻ at 110 degrees Celsius we got indole 3 sulfonic acid, SO3H ഗ്രൂപ്പ് C3 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നോക്കൂ, അടുത്തത് ഹാലോജനേഷനാണ്. അപ്പം മിസ് ഇവിടെ ഹാലോജനേഷൻ ഒരു പ്രത്യേക ഹെഡിങ് കൊടുത്തിട്ടില്ല, അത് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക, ഹാലോജനേഷൻ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കണം. സോ ഇൻറ്റോൾ ഈസ് ഡയറക്ട്ലി ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ഡയോക്സിൻ. അപ്പം മിസ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ ഹാലോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഹാലോജനേഷൻ എപ്പോഴും എവിടെ നടക്കാറുള്ളൂ, ഐസിൽ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഹാലോജനേഷന് ടെമ്പറേച്ചർ എത്ര മതി, below 10 degrees Celsius. For halogenation the temperature range is below 10 degrees Celsius. For an electrophilic substitution reaction of an aromatic compound we need the presence of ice വേണം. ഐസ് ഉണ്ടെങ്കിൽ ക്രഷ്ഡ് ഐസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. നല്ല രസമായിരിക്കും, ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 0 ഡിഗ്രിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഏത് കിട്ടുള്ളൂ, ബ്രോമോ ഇൻറ്റോൾ. അതിനിപ്പം ബെൻസീൻ ആയിക്കോട്ടെ, വേറെ ഏത് ബെൻസീൻ ലൈക്ക് അരോമാറ്റിക് കോമ്പൗണ്ട് ആയിക്കോട്ടെ, ഹാലോജനേഷൻ എപ്പോഴും പോസിബിൾ ആവുക ബിലോ 10 degrees Celsius. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ഇത് പോസിബിൾ ആവില്ല, നമുക്ക് കിട്ടില്ല. അപ്പം പിന്നെ കോമ്പൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, 10 ഡിഗ്രി ഉള്ളത് 8 ആവണോ 7 ആവണോ 0 ആവണോ എന്നുള്ളതൊക്കെ. ഓക്കെ, യെസ്. ദെൻ അടുത്തതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എല്ലാവർക്കും അറിയാം ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എസൈൽ ഗ്രൂപ്പ് C3 പൊസിഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ എസൈൽ ക്ലോറൈഡ് സ്റ്റാനസ് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അപ്പോൾ സോ ഇൻറ്റോൾ ഇസ് ട്രീറ്റഡ് വിത്ത് എസൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് സ്റ്റാനസ് ക്ലോറൈഡ് വി ഗോട്ട് 3-acetyl ഇൻറ്റോൾ. C3 പൊസിഷനിൽ COCH3 അറ്റാക്ക് ചെയ്യും. ബൈ പ്രോഡക്റ്റ് HCl ആണ്. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനാണ്. ഒന്നുമില്ല, ആൽക്കലൈൻ ഗ്രൂപ്പ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് C3 പൊസിഷനിൽ അറ്റാക്ക് ചെയ്യുക. സോ ഹിയർ ഇൻഡോൾ ഈസ് ട്രീറ്റഡ് വിത്ത് മീഥൈൽ അയഡോയിഡ് ഇൻ പ്രസൻസ് ഓഫ് DMSO. ഇവിടെ DMSO എന്ന് പറഞ്ഞാൽ സാധാരണ ഓർഗാനിക് റിയാക്ഷൻസിൽ കോമൺലി യൂസ്ഡ് സോൾവെൻ്റ് ആണ്. സോ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഡൈമീഥൈൽ സൾഫോക്സൈഡ്. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ DMSO എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഇറ്റ് ഈസ് എൻ ഓർഗാനിക് സോൾവെൻറ്റ്, ഡൈമീഥൈൽ സൾഫോക്സൈഡ് ആണ് DMSO. ദെൻ 80 ഡിഗ്രിയിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വി ഗോട്ട് 3-methyl ഇൻറ്റോൾ. ഒന്നുമില്ല, CH3 ഗ്രൂപ്പ് എവിടെ പോയി അറ്റാക്ക് ചെയ്യും, ആ പെൻറ്റൈൻ റിങ്ങിൻ്റെ C3 പൊസിഷനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അടുത്തതാണ് റെയ്മർ-ടൈമർ റിയാക്ഷൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. റെയ്മർ-ടൈമർ റിയാക്ഷൻ ഒരു ആരോമാറ്റിക് റിങ്ങിനെ ആൽക്കഹോളുമായിട്ട് ഏതെങ്കിലും ഒരു ബേസിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റെയ്മർ-ടൈമർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ഇൻറ്റോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഇത് വളരെ എല്ലാവർക്കും ഫെമിലിയർ. എനിക്ക് തോന്നുന്നു ഫീനോളിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ ഏതായിരിക്കും അറ്റാക്ക് ചെയ്യുക, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും
റൈമോടൈമർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നത്. അങ്ങനെ ബേസിക് ആയിട്ട് പഠിക്കണം. റിയാക്ഷൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. വാട്ട് ഈസ് റൈമോടൈമർ റിയാക്ഷൻ? ഈ നെയിം റിയാക്ഷൻസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്, പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിരിക്കും, ആ പ്രോഡക്റ്റേ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇൻ ദ റൈമോടൈമർ റിയാക്ഷൻ നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിനെ നമ്മൾ എന്താക്കി മാറ്റുക ചെയ്യണത്, ഒരു ആൽഡിഹൈഡാക്കി മാറ്റുക ചെയ്യണത്. അപ്പം നമ്മുടെ കയ്യിൽ ഇൻഡോളാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടണം, ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പുള്ള ഒരു ഇൻഡോളിനെ കിട്ടണം അല്ലേ. അപ്പം റിയേജൻറ്റ് ഫിക്സഡാണ്. റൈമോടൈമിൽ റിയേജൻറ്റ് മാറില്ല. റിയേജൻറ്റ് എന്താണ്, ക്ലോറോഫോം പ്ലസ് ഏതെങ്കിലും ഒരു നല്ല ആൽക്കലി. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കലി എന്ന് പറയുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഒക്കെയാണ്. സോ ഹിയർ വി യൂസ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. സോ ഇൻഡോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് yield ഇൻഡോൾ 3 ആൽഡിഹൈഡ്, ദാറ്റ് ഈസ് 3-formyl ഇൻഡോൾ. എന്താണ് 3-formyl ഇൻഡോൾ? ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. റൈമോടൈമർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. ഇതും ജാമിന് ആവശ്യമുള്ളതാണ്, നോക്കുക. ദെൻ അടുത്തത് മെണിക് റിയാക്ഷനാണ്. ഇതും വേറൊരു നെയിം റിയാക്ഷനാണ്. മെണിക് റിയാക്ഷൻ ഓർ മെണിക് കണ്ടൻസേഷൻ എന്നാണ് നമ്മൾ പറയുക. എന്താണ്, വാട്ട് ഈസ് മെണിക് കണ്ടൻസേഷൻ? നിങ്ങൾ പല രീതിയിലും പ്രൊനൗൺസ് ചെയ്യും. ഞാൻ മാനിക് എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ചിലർ മാനിച്ച് എന്ന് പറയും. അത് എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ, ആസ് യു ലൈക്ക്. ദെൻ ഇത് എന്താണ്, ഇൻഡോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ഫോർമാൽഡിഹൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡൈമീഥൈൽ അമീൻ. എന്താണ് ഡൈമീഥൈൽ അമീൻ? ഞാൻ പറഞ്ഞു മെനിക് കണ്ടൻസേഷനാണ്. ബിക്കോസ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ ഓഫ് വാട്ടർ, HCl, HBr ലൈക്ക് ദാറ്റ്. സോ ഹിയർ വാട്ടർ മോളിക്യൂൾ ഇസ് എലിമിനേറ്റഡ്. സോ ദിസ് is a condensation reaction. So indole is reacted with formaldehyde, dimethylamine. We got dimethylaminomethyl indole. ഒന്നുമില്ല, ആ വാട്ടർ മോളിക്യൂള് ഈ HCHOന്നും ഈ എന്താ പറയുക, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതായത് CH2NCH3 ട്വൈസ് ആണല്ലേ. അപ്പോൾ ഇവിടുന്ന് ഈ ആൽഡിഹൈഡിൽ നിന്ന് ഒരു ഓക്സിജനും ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഓക്സിജനും അതുപോലെ ഈ മീഥൈൽ അമീനിന് എന്താണ് 2 ഹൈഡ്രജൻ മോളിക്യൂളും കൂടി കമ്പൈൻ ചെയ്ത് H2Oനെ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ആ പ്രോഡക്റ്റ് C3 ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻഡോളിന് ഒരു മാറ്റമില്ല. ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ എടുക്കുന്ന മെയിൻ റിയാക്റ്റൻറ്റിന് ഒരു മാറ്റം വരില്ല. അതിൻ്റെ ആ പൊസിഷനിൽ മാത്രം കറക്റ്റ് ഇലക്ട്രോഫൈലിന് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഹിയർ HCHOയും ഡൈമീഥൈൽ അമീനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആ പ്രോഡക്റ്റിനെ നമ്മൾ C3 പൊസിഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് ഡയസോ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസോട്ടൈസേഷൻ എന്നാണ് പറയുക. എസോ മീൻസ് എന്താണ്, N ബോണ്ട് Nനെയാണ് നമ്മൾ എസോ ഗ്രൂപ്പ് എന്ന് പറയുക. അതായത് 2 നൈട്രജൻ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന, അതായത് N ബോണ്ട് അല്ലെങ്കിൽ N ബോണ്ട് N3നെയാണ് നമ്മൾ എസോ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡയസോട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയസോണിയം സോൾട്ടുമായിട്ട് അരോമാറ്റിക് കോമ്പൗണ്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ്, ആ ഒരു റിയാക്ഷനെയാണ് ഡയസോട്ടൈസേഷൻ അല്ലെങ്കിൽ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെക്കാനിസം പഠിക്കുമ്പോഴേ ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് ഡയസോ കപ്ലിംഗ്. സോ ഹിയർ ഇൻഡോൾ കപ്പിൾസ് വിത്ത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെക്കാനിസം റിയാക്ഷനൊക്കെ എഴുതി പഠിക്കണം ഓരോന്നിൻ്റെയും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു പോകും. അപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് സാധാരണ നമ്മൾ ലാബിൽ ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻസിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആകും അതൊക്കെ എഴുതുമ്പോൾ. സോ ഹിയർ ഇൻഡോൾ ഈസ് കപ്പിൾസ് വിത്ത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോം 3-phenyl azo indole. ഒന്നുമില്ല, N ബോണ്ട് N C2H5 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, C3 പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
ഈ Cl(N2+) എന്ന് പറയുന്നത് സോൾട്ടാണ്, അതായത് നൈട്രജന് പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജും. അതുകൊണ്ടാണ് അതിന് ഡയസോണിയം സോൾട്ട്, ഡയസോണിയം ക്ലോറൈഡ്, ഇതൊരു സോൾട്ടാണ്, ശരിക്കും ഡയസോണിയം സോൾട്ടാണ്. ദെൻ ഇതിൽ കപ്ലിംഗ് നടക്കും. ഇതിൻ്റെ മെക്കാനിസം കറക്റ്റ് മനസ്സിലാക്കിയാൽ ഇതെങ്ങനെയായി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെക്കാനിസം പഠിക്കാനില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബെൻസീൻ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ല, ബെൻസീൻ ലൈക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഓർ ബെൻസീൻ എന്നുള്ളൊരു ചാപ്റ്റർ നിങ്ങൾ 4th സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എവിടെയോ ഒന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും, എന്തായാലും ഇതിൻ്റെ മെക്കാനിസം നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ദ പ്രോഡക്റ്റ് എന്താണ് 3-ഫിനൈൽ അസോ ഇൻഡോൾ. അടുത്തതാണ് ഇതിൻ്റെ അതർ റിയാക്ഷൻസ്. അതിൽ വരുന്നതാണ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോളിനെ ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടുക? എന്താണ് 2-ഫോർമമിഡോ ബെൻസാൽഡിഹൈഡ്. എന്താ കിട്ടുക? 2-ഫോർമമിഡോ ബെൻസാൽഡിഹൈഡ് കിട്ടും. അത് നമ്മൾ ഓക്സിഡൈസ് ചെയ്യണത് എന്തിൻ്റെ പ്രസൻസിലാണ്? എന്താ കിട്ടുന്നത്? ഫോർമമൈഡിൻ്റെ പ്രസൻസിലാണ് ഓക്സൈഡ് ചെയ്യണത്. സോ അവിടെ ബോണ്ടിൻ്റെ ക്ലീവേജാണ് നടക്കുന്നത്. അതായത് C2 C3ൻ്റെയും ഇടയ്ക്കുള്ള ബോണ്ട് ക്ലീവേജ് നടന്നിട്ട് വി ഗോട്ട് എന്താണ് 2-ഫോർമമിഡോ ബെൻസാൽഡിഹൈഡ്. അതായത് C3 പൊസിഷനിൽ ഒരു CHO വരും, C2 പൊസിഷനിലേക്ക് ഈ NH, അതായത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു പെൻഡീൻ റിങ് അങ്ങ് കംപ്ലീറ്റ് ക്ലീവ് ചെയ്ത് പോകും. ക്ലീവ് ചെയ്ത് പോയിട്ട് ഈ NH അവിടെ തന്നെ നിൽക്കും. ദെൻ അതിനോട് കൂടിയിട്ട് ഒരു CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ദെൻ C3 പൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പും കൂടി അറ്റാച്ച് ചെയ്യും. ദെൻ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയേജൻറ്റ് നിങ്ങൾ മറക്കരുത്, ഏതൊരു റിഡക്ഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? 2H ആണ്. ദെൻ എന്താണ്? സിങ്ക് ആൻഡ് HCl. റിഡക്ഷൻ കോമൺലി യൂസ്ഡ് റിയേജൻസ് ഏതൊക്കെയാണ്? സിങ്ക് ഇൻ HCl ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഈ സിങ്ക് HCl അല്ലെങ്കിൽ എന്താണ് ടിൻ HCl എന്നുള്ളത് കോമൺലി യൂസ്ഡ് റെഡ്യൂസിങ് ഏജൻസ് ആണ്, വളരെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയേജൻറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരണം. സോ ഇത് റിയേജൻറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പം നമ്മളെന്താണ് ഇവിടെ ഈ ഡബിൾ ബോണ്ട് അങ്ങ് പോകും, ഈ പെൻഡൈൻ റിങ്ങിലുള്ള ഡബിൾ ബോണ്ട് അങ്ങ് പോകും. സോ വി ഗോട്ട് 2,3 ഡൈഹൈഡ്രോ ഇൻഡോൾ. അതുപോലെ തന്നെ എന്താണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഉണ്ട്. അതും മറക്കരുത്. എപ്പോഴും നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? നിക്കൽ ഓർ റാനി നിക്കൽ. എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നിക്കൽ ആൻഡ് റാനി നിക്കൽ? റാനി നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി നിക്കലിനേക്കാളും വളരെ സ്മൂത്തായിരിക്കും, ഭയങ്കര പൗഡേർഡ് ആയിരിക്കും, കുറച്ച് മതി, ഭയങ്കര പെട്ടെന്ന് റിയാക്ഷൻ തരും. ഓക്കെ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റലിസ്റ്റിൻ്റെ സൈസ് കുറയും തോറും അതിൻ്റെ എഫിഷ്യൻസി സ്പീഡ് കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റാനി നിക്കലിൻ്റെ പ്രത്യേകത അതാണ്, ഭയങ്കര ഫൈനാണത്. ഓക്കെ. ദെൻ അത് മിസ് കാറ്റലറ്റിക് ഇപ്പുറത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇൻഡോള് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് റാനി നിക്കൽ വി ഗോട്ട് ഒക്ടാ ഹൈഡ്രോ ഇൻഡോൾ. അതായത് സാച്ചുറേഷൻ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഒക്ടാ ഹൈഡ്രോ ഇൻഡോൾ തന്നെ വരയ്ക്കുക, പക്ഷേ എന്ത് വരയ്ക്കേണ്ട? ഡബിൾ ബോൺസ് കാണിക്കേണ്ട. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇൻഡോൾ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ഹെട്രോസൈക്ലിക് റിംഗ് സിസ്റ്റം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് സമയക്കുറവുള്ളത് മൂലമാണ് മിസ് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് നിങ്ങൾ മടിക്കേണ്ട, ഓപ്പണായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ.